Hello everyone, welcome to Juport Plus 2 Commerce and Humanities channel. It's me and Nafi. എല്ലാവർക്കും മക്കളെ പ്ലസ് 2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആൻഡ് നാഫി. യെസ് മക്കളെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമായിട്ട് ബന്ധപ്പെട്ട കാര്യം. പല ആളുകൾക്കും പ്ലസ് വണ്ണിൽ നിന്ന് റിസൾട്ട് വന്നു, പല ആളുകൾക്കും പ്ലസ് വണ്ണിൽ നിന്ന് റിസൾട്ട് വന്നു വിചാരിച്ച മാർക്ക് കിട്ടിയില്ല. പല ആളുകളും എന്ത് ചെയ്യാണ്, അത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് മാർക്ക് കൂടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, എന്നാണ് സാറേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം? ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്നായിരിക്കും? ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഈ അടുത്തൊന്നും നടക്കില്ല. 2026 മാർച്ചിൽ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത്, 2026 മാർച്ചിൽ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവുക. 2026 മാർച്ചിൽ നിങ്ങൾ പ്ലസ് ടു പബ്ലിക് എക്സാം എഴുതുന്ന ആ ഒരു ഗ്യാപ്പുകളിലായിരിക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാകുന്നുള്ള കാര്യം ആദ്യം ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്കണോമിക്സിൽ മാർക്ക് കുറവായിരിക്കും, ഹിസ്റ്ററിയിൽ മാർക്ക് കുറവായിരിക്കും, പൊളിറ്റിക്സിൽ മാർക്ക് കുറവായിരിക്കും, അക്കൗണ്ടൻസിലോ ബിസിനസ്സിലോ ഒക്കെ നിങ്ങൾക്ക് മാർക്ക് കുറവായിരിക്കും. നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് നേടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് താനും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താണ്? പ്ലസ് വൺ മാർക്ക് കൂട്ടാനുള്ള ഒരു സൊല്യൂഷൻ എന്താ? ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ആ ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോഴൊന്നല്ല നടക്കുന്നത്, 2026 മാർച്ചിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ? നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിൽ മാർക്ക് കൂട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലസ് വണ്ണിൻ്റെ ടോപ്പിക്ക് ഇപ്പോഴേ മെല്ലെ പഠിച്ചു തുടങ്ങണം. അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. കാരണം എക്സാം ഇപ്പോഴല്ല, 2026 മാർച്ചിലാണ്. 2026 മാർച്ചിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയുമ്പോൾ അന്നത്തേക്ക് ടോപ്പിക്ക് സെറ്റായി നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക? പ്ലസ് വണ്ണിൻ്റെ ടോപ്പിക്ക് സെറ്റായി കൊടുക്കണം കേട്ടോ. പിന്നെ പല കുട്ടികളുടെയും ഡൗട്ടാണ്, റീവാലേഷൻ എന്നായിരിക്കും? റീവാലേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്താണ് റീവാലേഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ അത് എന്ന് വരുന്നുള്ള ഡേറ്റ് വന്നിട്ടില്ല. അപ്പോൾ റീവാലേഷൻ ഡേറ്റ് നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യും? അറിയിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇപ്പോഴല്ല, 2026 മാർച്ചിൽ ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. 2026 മാർച്ചിൽ എന്തായിരിക്കും നിങ്ങളുടെ റീവാലേഷനും നടക്കും എന്നുള്ളൊരു കാര്യം. റീവാലേഷൻ അല്ല, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം 2026 മാർച്ചിലായിരിക്കും. റീവാലേഷന് അത് നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ നിങ്ങളെ അറിയിക്കും. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്ലസ് ടു സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും, പ്ലസ് ടു സംബന്ധമായിട്ടുള്ള എന്താ നോട്ടിഫിക്കേഷൻ, പ്ലസ് ടു സംബന്ധമായിട്ടുള്ള വീഡിയോസും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക എഡ്യൂപോർട്ട് പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന ചാനലാണ്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെ പ്ലസ് ടുവിലേക്ക് എത്തിയിട്ടുണ്ടോ, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ ചാനൽ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടി വരിക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edupod എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് അയച്ചോ. വീണ്ടും കാണാം. അതുവരേക്കും